അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കുറച്ച് മീനിനെയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു പുതുപ്പരിയാരത്തുള്ളൊരു പുതിയൊരു ബ്രീഡറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ ചെക്കനെല്ലാം മീനും കറക്റ്റായിട്ടെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അവിടെ എത്തിക്കണം. കുറച്ച് ദൂരമുള്ളൂ, പോയി കഴിഞ്ഞാൽ എത്തിക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോർമലി നമ്മൾ വേറെ കളറിലായിരിക്കും. അതിന് കോട്ടിങ് ഉണ്ട് പൂവില്ല വെട്ടോടെ തന്നെ അപ്പം തന്നെ ഇട്ടാൽ ഒരു സെക്കൻഡ് വെച്ചില്ല. ടൈഗർ ബാർ മീനുകളുടെ ലോകത്തിലെ ഡോക്ടറും ഹണ്ടറും രണ്ടുമാണ്. ഇവിടെ ഒന്ന് അവർ തന്നെ മാറ്റും. ഇത് ഗപ്പീസ് ഫീമെയിൽ ടോക്സിഡോ ഗപ്പീസിൻ്റെ ഫീമെയിലാണ്. എല്ലാവരും ഓടി വരും. മീൻ വന്നാൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതാണ്. നമ്മളുണ്ടാക്കുന്ന മെഡിസിൻസ് കൊടുത്ത് ക്ലിയറാക്കി രണ്ട് മീൻ മാറ്റാൻ വിട്ടുപോയതാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മളുടെ ആഹാരത്തിലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ജെൽ ഫോം വേണം. എപ്പോൾ വേണം ജെല്ലിൻ്റെ അടുത്ത് മൾട്ടിവിറ്റാമിൻ ആഡാണ്. വേസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അവർ വന്നിരുന്നു. എല്ലാ ഫീൽഡിലും ഉണ്ടാക്കുന്നത് ഫൈറ്റേഴ്സിൻ്റെ ആവട്ടെ ഗപ്പീസിനകത്ത് ഗപ്പീസ് സാമ്പിൾ ചെയ്യുന്നത് കൊടുത്ത് നോക്കും. കുട്ടികൾ നിറയും. ഇത് മെറൈൻ ടൈം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെറൈൻ ടൈമിൽ ജാസ്തി ഡിമാൻഡിലുണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ട്. ജപ്പാൻ്റെ ബ്രീഡ് വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വലുതാവും. ഇത് റെയിൽ ടീൽ സീബ്ര, ഇത് റൂക്കി, അത് ഓസ്കർ, ജൈൻ ഗുറാമി. ജൈൻ ഗുറാമിയുണ്ട്, എലിഗേറ്റർ ഉണ്ട്. എലിഗേറ്റർ ഉണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ജാസ്തി വലുതാവുന്ന 3 അടി വലുപ്പം, 2 അടി വീതി. എന്നിട്ട് മീനിനെ നായ്ക്കുട്ടികളെ പോലെ സ്നേഹിക്കാനായിട്ട് ഈ മീൻ മാത്രമേ ഉള്ളൂ. നമ്മളെങ്ങനെ നായ്ക്കുട്ടി ഉണ്ടോ അങ്ങനെ സ്നേഹിക്കും ഈ മീനിനെ മാത്രം. ബലൂൾ മീൻ തുടങ്ങി ഫ്രണ്ട്ലി ഇതിൻ്റെ വേറെ ബ്ലാക്ക്. ഓക്കെ എനിക്ക് മനസ്സിലായി കൊണ്ടുപോകണം. അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ എല്ലാം മീനുണ്ടാക്കണം. ഇത് മീനുണ്ടാക്കണം. പ്യൂർ ഗപ്പി, ഗപ്പീസ്, വൈൽഡ് ഗപ്പീസ്, ഇതിൻ്റെ ലൈബ്രറിയെല്ലാം. അപ്പോൾ ഇതെല്ലാവരും കഴിക്കണ്ട. ബോക്സ് എടുത്താൽ തന്നെ എല്ലാവരും വന്നിട്ട് ചെറിയ സൈസ് നീന്തലിനെ റേറ്റ് മലന്നിട്ട് നീന്തല് അല്ല. ബ്രീഡിങ് നമ്മളിപ്പോൾ ഇത്രയും ടാങ്ക് കിടക്കുന്നുണ്ട്. അത് കോവിഡിൻ്റെ അടി ഇതുവരെ മാറിയിട്ടില്ല. സ്ട്രെസ്സില്ല. ഒരു മീനിൻ്റെ ചെറുക്ക ഒരു മീനിൻ്റെ മുകളിൽ കത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ സാധിക്കും. നമ്മൾ കൊടുക്കുന്ന മീനുകൾ കസ്റ്റമർ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ പിന്നെ കിട്ടും. അപ്പോൾ അത് പുള്ളിയുടെ മറൈൻ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഉദയമാരുള്ള ഫിഷ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.